ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ് ചെയ്യുന്നത്. അതൊരു പഴയ ടോപ്പ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾക്ക് വയ്ക്കാൻ ഒരു പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ഒരു പീസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇത് 17 ഇഞ്ചസാണ്. 17 ഇഞ്ചസ് ഇൻറ്റു 11 ഇഞ്ചസാണ് വേണ്ടുന്നത്. നമുക്ക് 2 പീസ് തുണി വേണം. 17 ഇഞ്ചസ് ഇൻറ്റു 11 ഇഞ്ചസ് 17-11 ഇഞ്ചിൻ്റെ 2 പീസ് തുണിയാണ് വേണ്ടുന്നത്. സെൻറ്ററിൽ വയ്ക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് ചാക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലൈനിങ്ങും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഴയൊരു സാരിയുടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ലൈനിങ്ങായിട്ട്. അപ്പോൾ നമുക്ക് ഏതുതരം തുണി ഉപയോഗിക്കാം. അതിനുശേഷം ഈ 3 ലെയറും കൂടി നമ്മൾ ജോയിൻ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ മുട്ടുസൂചി ഈ 3 പീസും കൂടി ചേർത്ത് മുട്ടുസൂചി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മാറ്റി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ 3 പീസും കൂടി ചേർത്ത് വെച്ചിട്ട് 2 സൈഡൊന്ന് തയ്ച്ചതിന് ശേഷം നമുക്ക് ലൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ബാക്ക് സൈഡിൽ ലൈൻ വരയ്ക്കണം. വരച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിപ്പോൾ ഈ 3 പീസും കൂടി ചേർത്ത് ഞാൻ 2 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ശേഷം തിരിച്ചിട്ടതിന് ശേഷം ബാക്കിലാണ് നമ്മൾ ലൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി. പിന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാകും. അപ്പോൾ ഞാനിത് തയ്ച്ച് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ റെഡ് കളറിൽ വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലൈനിൽ തയ്ച്ചിരിക്കുന്നത്. ശേഷം നമ്മൾക്ക് ഓരോ പീസിൻ്റെയും 2 കോർണർ നമ്മൾക്ക് താഴ്വശത്താണ് ഇത് വരുന്നത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 3 ഇഞ്ച് 3 × 3 ഇഞ്ചസാണ് 2 പീസിൻ്റെയും കോർണർ. 2 സൈഡ് കോർണർ നമ്മൾ സ്ക്വയർ 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്യണം. ശേഷം നമ്മൾക്കത് കട്ട് ചെയ്ത് മാറ്റാം. 2 പീസിനും ഇതുപോലെ സ്ക്വയർ ബോക്സ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ പീസിൻ്റെ 2 കോർണർ. ശേഷം ഇതിൽ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾക്കത് ജോയിൻ ചെയ്യണം. ആ 2 സൈഡും താഴ്വശത്തുമാണ്. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2ഉം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത ഭാഗം അറിയാതിരിക്കാൻ വേണ്ടി ഞാനവിടെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജോയിൻ വെച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമേ അത് സ്റ്റിച്ച് ചെയ്തിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇനി പൈപ്പിംഗ് വെക്കുമ്പോൾ വീണ്ടും അവിടെ തയ്യൽ വരുന്നത് കൊണ്ട്. അപ്പോൾ ആ ജോയിൻ ചെയ്ത ഭാഗം എല്ലാം പൈപ്പിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ മുകൾ വശവും നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കണം. ഇത് ഞാൻ നല്ല വശത്തോട് ചേർത്ത് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കട്ടിങ്സ് ഇതേ അളവിൽ പേപ്പറിൽ കട്ടിങ്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപകാരമായിരിക്കും. നമുക്ക് ഇതേ അളവിൽ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗമാവും. ഇപ്പോൾ പേപ്പറിൽ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ കോർണർ ഭാഗം കട്ട് ചെയ്യേണ്ട. 3 × 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എഴുതി വെച്ചാൽ മാത്രം മതി. ഇവിടെ 3 ലെയറും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്താൽ മതി തുണിയിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലായിടത്തും പൈപ്പിംഗ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗം 3 ഇഞ്ചസ് കട്ട് ചെയ്ത ഭാഗം നമുക്ക് ജോയിൻ ചെയ്യണം.
അപ്പോൾ നമ്മൾ മുകളിൽ ഞാൻ പൈപ്പിംഗ് വെച്ച സൈഡ് ഞാൻ റൈറ്റ് സൈഡിലോട്ടാണ് തിരിച്ച് വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ രണ്ടും സെൻറ്ററിലാക്കി പൈപ്പിംഗ് അടിച്ചിരിക്കുന്ന രണ്ട് ഒരേ ലെവലിൽ വരണം. അത് രണ്ടും കൂടി കറക്റ്റായിട്ട് വെക്കണം. വെച്ചതിന് ശേഷം വേണം നമ്മൾക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ. അതുപോലെ ആ രണ്ട് സൈഡും. അപ്പോൾ ആ മുകൾ വശം തയ്ച്ചപ്പോൾ പൈപ്പിംഗ് സൈഡ് ഞാൻ റൈറ്റ് സൈഡ് ഏത് ദിശയിലോട്ടാണോ നമ്മൾ വെച്ച് തയ്ച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്യുമ്പം അങ്ങനെ തന്നെ വെച്ച് വേണം ഇത് ജോയിൻ ചെയ്യാൻ. ഇവിടെയും ഒരു പ്രാവശ്യമേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ പൈപ്പിംഗ് വെക്കുന്നുണ്ട്, വീണ്ടും അവിടെ തയ്യൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടവും ഞാൻ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞു. ശേഷം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ഈ ചാക്ക് പീസ് വെക്കുമ്പോൾ അതിന് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾക്ക് താഴെ ഇനി നമ്മൾക്ക് വള്ളിയാണ് വെക്കേണ്ടുന്നത്. അതിന് രണ്ട് പീസും കൂടി നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്ത് തുല്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം. ഇത് 7 ഇഞ്ചും 1 ഇഞ്ചിൻ്റെ വീതിയുമാണ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് ആ സെൻറ്റർ നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഭാഗവും എത്ര ഇഞ്ചാണോ നമ്മൾക്ക് അവിടെ തുല്യ അകലത്തിൽ മാർക്ക് ചെയ്തിട്ട് വേണം വള്ളി പിടിപ്പിക്കാൻ. ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ വേണം ഒരേ അളവിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ശേഷം നമ്മൾ ആ താഴെ ജോയിൻ ചെയ്ത ഭാഗം നോക്കിയിട്ട് ആ മുകൾ വശത്ത് ആ രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയാണ്. താഴത്തെ ആ ജോയിൻ ചെയ്ത് അതേ ലെവലും മുകളിലോട്ട് നോക്കി മടക്കി കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പഴയ തുണി ആണ് ഫുള്ള് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാക്ക് വെക്കുമ്പോൾ നമ്മളിങ്ങനെ ലൈനിങ് കൊടുക്കും. ലൈനിങ് തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് പഴയ വീട്ടിലുള്ള ഏത് തുണി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് ആ ചാക്ക് കാണത്തില്ല. ഇതും അതുപോലെ തന്നെ പഴയ തുണികൾ കൊണ്ട് തന്നെ തയ്ച്ചതാണിത്. സെൻറ്ററിൽ ഞാൻ ലൈനിങ് ആണ് അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് സൈഡിലാണ് വള്ളി കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം അതേ അളവ് തന്നെയാണ്. ഇതൊരു ചെറിയതാണ്. ഇത് ടീഷർട്ട് പോലുള്ള ഒരു ടോപ്പ് കൊട്ടി ചെയ്തതാണ്. ഇതിൻ്റെ വള്ളി ഞാൻ പഴയ സ്കൂൾ ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതും സെൻറ്ററിൽ ചാക്കിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത്. വേറെ ഒരു ബോട്ടമിൻ്റെ ആണ് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ അളവിൽ തയ്ച്ചിരിക്കുകയാണ്. ഇതിൽ സോക്സൊക്കെയാണ് വയ്ക്കുന്നത്. ഇതിൽ ഞാൻ ഷിമ്മി ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലേഡീസിനെല്ലാം ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോയാണ്. ഇന്നേഴ്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ